ഹേ ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും യെല്ലോ മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. ഹെയർ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹോം റെമഡിയോ പ്രോഡക്റ്റ് റിവ്യൂ ഒന്നുമല്ല, കുറച്ച് റാൻഡം ഫാക്ട്സ് അബൌട്ട് ഹെയർ. പിന്നെ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ചെറിയ ചെറിയ എന്നാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ഹെയർ കെയർ മിസ്റ്റേക്സ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറുതായിട്ട് ഹെയർ ലോസ് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നവരാണ് നമ്മൾ കൂടുതൽ പേരും, അല്ലേ? ചെറിയ ഹെയർ ലോസ് വരുമ്പോൾ തന്നെ അതുവരെ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ഒക്കെ മാറ്റി പുതിയത് ട്രൈ ചെയ്യുന്നു. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, ഈ ഓയിൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹെയർ ലോസ് നന്നായിട്ട് കുറഞ്ഞു, അപ്പം നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നു. നമ്മളത് യൂസ് ചെയ്ത് നോക്കുന്നു, അതൊന്നും നടപടിയാവുന്നില്ല. അപ്പോൾ കൂടുതൽ ടെൻഷനായി, കൂടുതൽ ഹെയർ ലോസ് വരുന്നു, വീണ്ടും ടെൻഷനാവുന്നു, ഹെയർ ലോസും കൂടുന്നു. പിന്നെ ഒന്നും പറയണ്ട, പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, പല പല ഹെയർ കെയർ പ്രൊഡക്ട്സ് നോക്കുന്നു, ഹെയർ മാസ്ക് നോക്കുന്നു, ഒന്നും പറയണ്ട, ഷാമ്പൂസ് മാറ്റി നോക്കും. എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 4, 3, 7 മുടിയായിട്ട് നമ്മളെ നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും വരുത്തുന്ന ആദ്യത്തെ മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഹെയർ ഫോൾ ആയാലും ഹെയർ ബ്രേക്കേജ് ആയാലും ഡാൻഡ്രഫ് ആയാലും നമ്മളിൽ ഓരോരുത്തരിലും വരുന്നതിൻ്റെ റീസൺസ് വ്യത്യസ്തമായിരിക്കും. എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നതിൻ്റെ കാരണമായിരിക്കില്ല നിങ്ങളിൽ ഉണ്ടാവുന്നത്, നിങ്ങൾക്കുണ്ടാകുന്ന കാരണമായിരിക്കില്ല മറ്റൊരാൾക്ക്. അതേപോലെ തന്നെയാണ് ഹെയറും. ഓയിലി, ഡ്രൈ കോമ്പിനേഷൻ എന്നിങ്ങനെ പലതരത്തിലുള്ള ഹെയർ ടൈപ്പും ഉണ്ട്. എൻ്റെ ഹെയർ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളുടേതായിരിക്കില്ല മറ്റൊരാളുടെ. അപ്പോൾ പിന്നെ ഹെയർ കെയർ പ്രൊഡക്റ്റും ഹെയർ കെയർ രീതികളും മാത്രം എങ്ങനെ ഒരുപോലെ ആകും? സോ എനിക്ക് വർക്കാവുന്ന ഒരു ഹെയർ ഓയിൽ ആയിക്കഴിഞ്ഞാലും ഹെയർ മാസ്ക് ആയിക്കഴിഞ്ഞാലും ഷാമ്പൂ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. പലരും പറയുന്നത് കേട്ട് പല പല പ്രൊഡക്റ്റ് ഹെയറിൽ മാറി മാറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ്. നമ്മൾ ഹെയറിൽ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മിനിമം 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയൂ. പുതിയ ഹെയർ വളരുന്നതായി കഴിഞ്ഞാലും പുതിയ ഹെയർ മുളയ്ക്കുന്നതായി കഴിഞ്ഞാലും ഇതിനേക്കാൾ ടൈം എടുക്കും. ഒരു ഹെയർ മുളച്ച് അത് ഏകദേശം ഒരു ഷോൾഡർ ലെങ്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ഒരു ഹെയറിൻ്റെ തിക്നെസ് ഒക്കെ കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാലും ഹോം റെമഡീസ് ആയി കഴിഞ്ഞാലും 1 മന്ത് എങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കുള്ള ഹെയർ ഫോള് നോർമൽ ഹെയർ ഫോൾ ആണോ അതോ എക്സസീവ് ഹെയർ ഫോൾ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ദിവസം കൊഴിയുന്ന മുടിയുടെ എണ്ണം 100-നും 150-നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങളുടേത് നോർമൽ ഹെയർ ഫോൾ ആണ്. അതാണ് ഈ നോർമൽ ഹെയർ ഫോൾ എന്നല്ലേ. എല്ലാത്തിനും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒരു ഗ്രോത്ത് സൈക്കിൾ ഉണ്ട്, ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. ഹെയർ സ്കാൾപ്പിലെ റൂട്ടിൽ ഒരു ഹെയർ മുളച്ച് അത് വലുതായി അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞ് കൊഴിഞ്ഞു പോകും. ഇതാണ് ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഹെയർ കൊഴിഞ്ഞു പോകുമ്പോൾ ആ റൂട്ടിൽ പുതിയൊരു ഹെയർ മുളക്കുന്നു. സിമ്പിൾ. ഈ ഗ്രോത്ത് സൈക്കിളും ലൈഫ് സ്പാനൊക്കെ ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലരിൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, ചിലരിൽ അത് സ്ലോ ആയിരിക്കും. അതൊക്കെ നോർമലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ ഹെയർ ഫോളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വല്ലാണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ടെൻഷൻ ഹെയർ ഫോൾ കൂട്ടുന്ന ഒരു മെയിൻ റീസണാണ്. വേറെ ഒരു ടെൻഷൻ ഇല്ലെങ്കിലും ചെറിയൊരു ഹെയർ ഫോൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ ആകും. ആ ടെൻഷൻ കൊണ്ട് വീണ്ടും ഹെയർ ഫോൾ വേണം, ആ ഹെയർ ഫോൾ കൊണ്ട് നമുക്ക് വീണ്ടും ടെൻഷൻ ആവുന്നു. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ അതൊരു സീരിയസ് ഫാക്റ്റാണ്. ടെൻഷനും സ്ട്രെസ്സും ഡാൻഡ്രഫ് കൂടുന്നതിന് ഒരു കാരണമാണെന്നുള്ളത് എത്ര പേർക്കറിയാം? ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തെ വീക്ക് ആക്കുന്നു. ഇത് ഡാൻഡ്രഫ് വളരാൻ കാരണമാവുന്ന ഫംഗസിന് വളരാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹെയർ ഫോള്, ഹെയർ ബ്രേക്കേജ്, പിന്നെ ഡാൻഡ്രഫ്, ഇതിലേതുമാവട്ടെ ഇതെങ്ങനെ വന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ട്. ഹോർമോണൽ ഇംബാലൻസ്, സ്ട്രെസ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്, പിന്നെ നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഹെയർ ഫോളിൻ്റെയോ ഹെയർ ബ്രേക്കേജിൻ്റെയോ ഡാൻഡ്രഫിൻ്റെയോ റീസൺ അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ. എന്നിട്ട് വേണം നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്, ബ്രേക്കേജസ് നന്നായിട്ടുണ്ട്, പിന്നെ പെർട്ടിക്കുലർ ഏരിയയിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ഹെയർ കൊഴിഞ്ഞു പോകുന്നത്, ഇതുപോലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെയർ ഓയിലിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്
തെറ്റല്ല. പക്ഷേ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എത്ര നേരം അപ്ലൈ ചെയ്തിരിക്കണം എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതും ആയിക്കോട്ടെ, ഓരോ ഓയിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ഓയിൽ ഹെയറിലായാലും സ്കാൾപ്പിലായാലും അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. വെറുതെ ഡസ്റ്റൊക്കെ പറ്റി പിടിക്കുക എന്നല്ലാണ്ട് വേറൊരു യൂസും ഇല്ല ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്തതിനെ കൊണ്ട്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 30 minutes to 1 hour അത്ര മാത്രമേ നമ്മളത് ഹെയറിൽ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. ഓയിൽ ഓവർനൈറ്റ് തലയിൽ അപ്ലൈ ചെയ്ത് ഇടുന്നതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു തെറ്റായ രീതിയാണ്. ഇനി ഓയിൽ രാത്രി അപ്ലൈ ചെയ്യുന്നുണ്ട്, രാവിലെ കഴുകി കളയാൻ വേണ്ടിയിട്ട് രാത്രി അപ്ലൈ ചെയ്തിടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 3 drops അത്ര മാത്രമേ ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വീക്കിലി ഒരു 3 times അത്ര മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയാൻ വേണം. ഓയിൽ ഒരിക്കലും നമ്മളെ ഹെയറിൽ അല്ലെങ്കിൽ സ്കാൾപ്പിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. ഇനി ഹോട്ട് ഓയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ചൂടാക്കിയതിന് ശേഷം, ഓയിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ യൂസ് ആക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇത് സ്കിൻ ഡാമേജസ് ഉണ്ടാക്കും. ഓക്കെ, ഓയിൽ മസാജിന് പരമാവധി മൈൽഡ് മസാജ് മാത്രം കൊടുക്കുക. നമ്മൾ സ്പാ മസാജിലൊക്കെ കൊടുക്കുന്നത് പോലെ ഒരുപാട് മസാജ് നമ്മൾ ഓയിൽ മസാജിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഓയിൽ നമ്മുടെ തലയിൽ വാഷ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പൊടിയോ അഴുക്കൊക്കെ നമ്മുടെ തലയിൽ പറ്റിപ്പിടിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കുള്ളൂ. അത് ഹെയറിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നു. ഓയിൽ സ്ഥിരമായിട്ട് തലയിൽ വെക്കുന്നത് ഡാൻഡ്രഫ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് തിങ് അബൌട്ട് ഹെയർ വാഷ്, കുളിക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അല്ലേ? ഇത് ശരിയാണോ? ശരിയാണ്. നിങ്ങളുടെ സ്കാൾപ്പോ ഹെയറോ ഓയിലി അല്ല, നിങ്ങൾക്ക് തല നന്നായിട്ട് എപ്പോഴും സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു 3 times മാത്രമേ ഹെയർ വാഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഡെയിലി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കാൾപ്പിലെ നാച്ചുറൽ സെബം വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതല്ല. മാത്രമല്ല, ഓരോ തവണ ഹെയർ വാഷ് ചെയ്യുമ്പോഴും നമ്മുടെ ഹെയറിലെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഇത് ഹെയറിൻ്റെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. നമ്മുടെ ഹെയർ സ്റ്റിക്കി ആവുമ്പോഴാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറോ സ്കാൾപ്പോ ഭയങ്കര ഓയിലി ആയിരിക്കണം, ഓയിലി സ്കാൾപ്പായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സ്വെറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വാഷ് ചെയ്യാം. അല്ലാത്തവർ വീക്കിലി 3 times മാത്രം ഹെയർ വാഷ് ചെയ്യാം. നെക്സ്റ്റ്, ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഷാമ്പു ഒന്നും ഹെയറിൽ യൂസ് ചെയ്യാൻ പാടില്ല, ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകും, ഫ്രിസ്സി ആയിപ്പോകും, ചകിരി പോലെ ആയിപ്പോകും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? ശരിയാണ്. ഷാമ്പു യൂസ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. ഹെയർ ചകിരി പോലെയാവും, പൊട്ടിപ്പോകും, കൊഴിഞ്ഞു പോകും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഷാമ്പു യൂസ് ചെയ്യുന്നതല്ല, ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ ഹെയർ ഷാമ്പു ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഹെയർ ആദ്യം നനച്ചതിന് ശേഷം 2 ടൈപ്പിൽ ചെയ്യാം. ഓയിലി ഹെയർ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു കയ്യിലെടുത്ത് ഡയറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാം. സ്കാൾപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഹെയറിലോട്ട് നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഡ്രൈ ഹെയർ ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോഴും സ്കാൾപ്പിൽ യൂസ് ചെയ്താൽ മതി. ഹെയറിലോട്ട് ഷാമ്പു യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സ്കാൾപ്പിൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന സാധനം കൊണ്ട് ജസ്റ്റ് അതൊന്ന് വലിച്ചെടുത്താൽ മതി. സോ അതിന് ശേഷം ഈ ഷാമ്പു കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് സ്ക്വീസ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പോകുന്നത്. കണ്ടീഷണർ ഒരിക്കലും സ്കാൾപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല. കണ്ടീഷണർ ഹെയറിൽ മാത്രം യൂസ് ചെയ്യേണ്ടതാണ്, ഷാമ്പു സ്കാൾപ്പിൽ മാത്രം. അപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കണ്ടീഷണർ കയ്യിലെടുക്കുക. എന്നിട്ട് ഹെയറിൻ്റെ സ്കാൾപ്പിൽ തൊടാണ്ട് ബാക്കിയുള്ള ഏരിയയിൽ ഹെയറിൽ മാത്രമായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് എമൽസിഫൈ ചെയ്ത് കൊടുക്കുക. ഒരു 3 to 5 minutes വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ കണ്ടീഷണർ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയാം. കണ്ടീഷണർ സ്കാൾപ്പിലോട്ടായിട്ടുണ്ടെങ്കിൽ അത് ഡാൻഡ്രഫിനൊക്കെ കാരണമാകും. അതുകൊണ്ട് കണ്ടീഷണർ ഒരിക്കലും നമ്മൾ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ഹെയറിലോട്ട് ഒരിക്കലും ഷാമ്പു ഇട്ടിട്ട് പതപ്പിക്കുകയോ ഇങ്ങനെ ഉരച്ച് കഴുകുകയോ ചെയ്യാൻ പാടില്ല. അത് ഹെയറിനെ കൂടുതൽ ഫ്രിസ്സി ആക്കാനും ബ്രേക്കേജസ് ഉണ്ടാകാനും കാരണമാക്കുന്നു. അതുകൊണ്ട് സ്കാൾപ്പിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഷാമ്പു. പിന്നെ നമുക്കൊക്കെയുള്ള ഒരു പരിപാടിയാണ്, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ന് നമ്മൾ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ₹1 സാഷയൊക്കെ ഷാമ്പു സാഷയൊക്കെ വാങ്ങിയിട്ട് നന്നായിട്ട് പതപ്പിച്ച് പൊങ്ങി ഇങ്ങനെ നിൽക്കും. കണ്ടീഷൻ്റെ കാര്യം പിന്നെ പറയണ്ട, അത് നമ്മുടെ പ്രയോറിറ്റി അല്ല, നമുക്കിങ്ങനെ പൊങ്ങി കിടക്കാനാണോ വേണ്ടത് മുടി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കും. ഇനി അതും കിട്ടിയില്ലെങ്കിൽ സോപ്പ് കൊണ്ടൊക്കെ പതച്ച് നമ്മൾ ഉഷാക്കി ഇടും. ശരിക്കും ഹെയർ ബ്രേക്കേജിനൊക്കെ മെയിൻ റീസൺ ആണ് ഈ പരിപാടികളൊക്കെ. നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഹെയറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഷാമ്പൂസ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ അതേ ബ്രാൻഡിൻ്റെ തന്നെ ഒരു കണ്ടീഷണർ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ഷാമ്പുവും കണ്ടീഷണറും ഒരുമിച്ച് വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഒരൊറ്റ ലിക്വിഡ് പ്രൊഡക്റ്റ് അതിനകത്ത് വരണ്ടാവും ഷാമ്പുവും കണ്ടീഷണറും ഇത് രണ്ടും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. ഷാമ്പു യൂസ് ചെയ്യുന്നതിനും കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിനൊക്കെ അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഹെയറിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ചെറിയ ഐഡിയ നമുക്ക് വേണം. ഹെയറിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാനിവിടെ ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനിൻ്റെയൊക്കെ സ്കെയിൽസ് ഉണ്ടല്ലോ, തൂളി എന്നൊക്കെ പറയുന്നത്, അതുപോലെയാണ് ഹെയറിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഇങ്ങനെ അടുക്കി വെച്ചതുപോലത്തുള്ള ഒരു സ്ട്രക്ചറാണ് ഹെയറിൻ്റെ വരുന്നത്. അപ്പോൾ ഷാമ്പു ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഈ സ്കെയിൽസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും. ഇതിനകത്തേക്ക് നമ്മൾ പ്രൊഡക്റ്റ് പോകുന്നു, ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഡേർട്സിനൊക്കെ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. പക്ഷേ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്, തുറന്നിങ്ങനെ നിൽക്കുകയാണ്, അതിങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഈ സ്കെയിൽസ് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ക്യൂട്ടിക്കിളിനെ സീൽഡ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും. ഈ ക്യൂട്ടിക്കിൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ട് കിടക്കുന്നു, പൊട്ടിപ്പോകുന്നു. ഈ കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഷാമ്പു മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഷാമ്പു മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യൂട്ടിക്കിൾ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും. ഈ ഡേർട്സും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ക്യൂട്ടിക്കിളിലേക്ക് കയറും. അപ്പോൾ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നെക്സ്റ്റ് നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, അത്യാവശ്യം വലിയ മിസ്റ്റേക്കാണ് ജട കളയുന്നത് അഥവാ ടാങ്കിൾസ് കളയുന്നത്. നമുക്ക് ലെങ്ത് ആയിട്ടുള്ള മുടിയൊക്കെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും ജട. ടാങ്കിൾസ് എല്ലാ ഹെയറിനുള്ള പ്രശ്നം തന്നെയാണ്. ടാങ്കിൾസ് കളയുന്നത് നമ്മൾ ഒരിക്കലും ഒരു കോമ്പെടുത്തിട്ട് ഇങ്ങനെ മേലെ ചകി കൊണ്ടല്ല നമ്മൾ ടാങ്കിൾസ് കളയേണ്ടത്. ടാങ്കിൾസ് കളയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോമ്പെടുത്തിട്ട് നമ്മുടെ ഹെയറിനെ ഒരു 3-4 സെക്ഷൻസ് ആക്കിയിട്ട് സെക്ഷൻസ് എടുത്തിട്ട് ഈ അടിയിലത്തെ ഹെയർ ഇങ്ങനെ കോമ്പ് ചെയ്ത് അവിടുത്തെ ഏറ്റവും എൻഡിലുള്ള ടാങ്കിൾസ് കളഞ്ഞ് അതിന് ശേഷം നമ്മൾ മേലോട്ടേക്ക് ടാങ്കിൾസ് കളഞ്ഞ് വരികയാണ് അതിൻ്റെ ശരിയായ രീതി. ഈസി അതാണ്, നമ്മുടെ ഹെയറിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഹെയർ വാഷ് ചെയ്ത ഉടനെ നമ്മൾ ടാങ്കിൾസ് കളയാൻ പാടില്ല. അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പരിപാടിയാണ്. കുളി കഴിഞ്ഞ ഉടനെ നമ്മളിങ്ങനെ ജട കളയലും ഹെയർ ഉണങ്ങിയതിന് ശേഷം മാത്രം ടാങ്കിൾസ് കളയാം. ഈ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കരുത്, നനഞ്ഞ മുടി കോമ്പ് ചെയ്യരുത്, ഇതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത ഒരു കോമൺ മിസ്റ്റേക്കാണ് നമ്മൾ ഉറങ്ങുമ്പോൾ ഹെയർ അഴിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് ഇതെവിടെ കെട്ടിക്കിടക്കില്ല, അങ്ങനെ കെട്ടിക്കിടക്കുന്നത്. നമ്മൾ ഹെയർ ഒരു ലൂസ് ബ്രെയ്ഡ് ചെയ്തിട്ടാണ് കിടക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ പൊട്ടിപ്പോവും. നമ്മൾ അഴിച്ചിട്ട് കഴിഞ്ഞാലും ഹെയർ പൊട്ടിപ്പോവും. നെക്സ്റ്റ് വൺ, ഇൻടേക്ക്. നമ്മൾ പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഹെയർ ഫോളിനും ഹെയർ ബ്രേക്കേജിനും ഡാൻഡ്രഫിനൊക്കെ കാരണമാകുന്നു. സ്പൈസി ഫുഡ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഹെയർ ഫോളിന് കാരണമാക്കുന്നത്. പിന്നെ ഡീഹൈഡ്രേഷൻ, നമ്മളെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഡാൻഡ്രഫിനും കാരണമാകുന്നു. നമുക്ക് ഡ്രൈ സ്കാൾപ്പ് ഉണ്ടാവാനും എല്ലാം നമ്മുടെ ഡീഹൈഡ്രേഷൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നല്ലോണം വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഓക്കെ, നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഹെൽത്തി ഹെയറിന് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. അടുത്തത് തെർമൽ സ്റ്റൈലേഴ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ തെർമൽ സ്റ്റൈലേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. വല്ലപ്പോഴും ഹെയർ ഹീറ്റ് ചെയ്ത് ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്നതായി കഴിഞ്ഞാൽ കേൾ ചെയ്യുന്നതായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഹെയർ പ്രൊട്ടക്റ്റിംഗ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം ഹെയർ നമ്മൾ എന്ത് തെർമൽ സ്റ്റൈലിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും. ഒരിക്കലും നമ്മൾ ഡെയിലി തെർമൽ സ്റ്റൈലിംഗ് ചെയ്യാൻ പാടില്ല. സ്ട്രെയിറ്റനിങ് ആയി കഴിഞ്ഞാൽ കേളിംഗ് ഒക്കെ നമ്മൾ ഡെയിലി കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ ഒന്നും ഡെയിലി നമ്മൾ ഒരിക്കലും
ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ പാടില്ല. ഐ മീൻ തെർമൽ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ പാടില്ല. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെരി സീരിയസ് മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വരുന്നു, ഭയങ്കരമായിട്ട് ബ്രേക്കേജസ്, ഡാൻഡ്രഫ് ഇതൊക്കെ വരുന്നു. നമ്മൾ പിന്നെ ഹോം റെമഡീസോ ഒന്നും ട്രൈ ചെയ്യാൻ പാടില്ല. പ്രൊഡക്റ്റ് മാറ്റി നോക്കാലോ ഓയിൽ മാറ്റി നോക്കലോ അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നേരെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ഒട്ടും കെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ നമുക്ക് ഹെയർ ലോസ് ആവാതിരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഇന്ന് തന്നെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ ഹെയർ കംപ്ലീറ്റ് ലോസ് ആയതിനു ശേഷം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് എത്ര പൈസയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമ്മൾ തയ്യാറായിരിക്കും. പ്രോപ്പർ ഡയറ്റ് നമ്മൾ അപ്പോൾ ഫോളോ ചെയ്യും. നമ്മൾ ഈ പറയുന്ന ഷാംപൂ, കണ്ടീഷണർ എല്ലാം നമ്മൾ യൂസ് ചെയ്യും. സോപ്പ് യൂസ് ചെയ്യുന്നതും ഷാംപൂ സാഷ യൂസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഒഴിവാക്കും. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കും. സോ അതൊക്കെ നമ്മൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഹെയറിൽ വലിയ പ്രോബ്ലംസ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പ്രോപ്പർ ഹെയർ കെയർ ചെയ്യാം. ഹെയർ കെയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാതെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹെയർ കെയർ മിസ്റ്റേക്ക് നിങ്ങളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു പ്രോപ്പർ ഹെയർ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം, ഹെൽത്തി ഹെയർ ഉള്ളവർ, അതായത് 2 നേരവും എണ്ണ തേച്ച് കുളിക്കുന്നവരുണ്ടാവും. ഷാംപൂ ലൈഫിൽ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. താളിയൊക്കെ യൂസ് ചെയ്യുന്നവർ, അവർക്ക് ഹെൽത്തി ഹെയർ ആണ്, ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവരെ ഹെയർ കെയർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്തവരുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പാർട്ട് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ റാൻഡമായിട്ടുള്ള ഹെയറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.